ഹായ്, മോളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് അവിയൽ. അവിയൽ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും വളരെ ഇഷ്ടമാണ്. പലരും എന്നോട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് വീഡിയോയിലൂടെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായ ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന ഒരു വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രുചിയുള്ള, വളരെ വേറിട്ട രുചിയുള്ള ഒരു അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. അവിയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പച്ചക്കറികളാണ് നമ്മളിപ്പോൾ ഇവിടെ അരിഞ്ഞു വച്ചിരിക്കുന്നത്. അതിൽ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാരറ്റുണ്ട്, കുറച്ച് പയർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട്, കോവയ്ക്കയുണ്ട്. പിന്നെ അവിയലിന് പ്രധാനപ്പെട്ട ഒന്നാണ് കുമ്പളങ്ങയും വളരെ നീളത്തിൽ അരിഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അല്പം സവാള എടുത്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങക്കായും എടുത്തു വച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നൊന്ന് നോക്കാം. ഈ പച്ചക്കറികളെല്ലാം വളരെ വൃത്തിയായിട്ട്, അവിയലിന് നമ്മൾ അല്പം നീളത്തിലാണ് അരിയുന്നത്, വളരെ കനം കുറച്ച് അരിയണം. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിയുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ അല്പം ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം, കറിവേപ്പില, കൂടാതെ ഇതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം വേണം, പച്ച വെളിച്ചെണ്ണ വേണം. ഇത്രയും കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൈര്. തൈര് നല്ല അത്യാവശ്യം പുളിയുള്ളതായിരിക്കണം. നല്ല കട്ട തൈര് തന്നെയാണ് നല്ലത്. ഇതിലേക്കായിട്ട് ഉള്ളിയും മുളകും തേങ്ങയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു തവ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഏറ്റവും അടിയിലായിട്ട് ഉരുളക്കിഴങ്ങാണ് ഇട്ട് വെക്കുന്നത്. കാരണം ഉരുളക്കിഴങ്ങിന് അല്പം വേവ് കൂടുതലുള്ളതുകൊണ്ട് അത് ശരിയായി വെന്ത് കിട്ടാനാണ് ഏറ്റവും അടിയിലായിട്ട് അത് ഇടുന്നത്. പിന്നീട് നമ്മൾ ക്യാരറ്റാണ് ഇട്ടത്. അതിനും കുറച്ചും കൂടി വേവുള്ളതുകൊണ്ട് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. അതിനുശേഷം കുമ്പളങ്ങ ഇട്ടു. പിന്നീട് നമ്മൾ അതിന് മുകളിലായിട്ട് കോവയ്ക്കയും സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പകുതി വേവായതിന് ശേഷമേ ബാക്കി പച്ചക്കറികൾ ചേർക്കേണ്ടതുള്ളൂ. കാരണം എല്ലാം വെന്തുടഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റ് പോകും എന്നുള്ളതുകൊണ്ട് ഓരോന്നിൻ്റെ വേവ് കൃത്യമായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറികളൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചു. പച്ചക്കറികളിലെ വിഷാംശമൊക്കെ പോയി കിട്ടാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ അല്പം മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വേകുന്നതോടുകൂടി അതിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് പിടിച്ചോളും. ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചക്കറികൾ വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ ഇതിന് വേവാൻ അനുവദിക്കുകയാണ്. നമ്മൾ മൂടി വെച്ച് തന്നെ ഇത് വേവിക്കുകയാണ്. ഒരുവിധം പകുതി വേവായി കഴിയുമ്പോൾ മാത്രമേ ബാക്കി പച്ചക്കറികൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. നമുക്കിതൊന്ന് തുറന്നിട്ട് എത്രയായി എന്നൊന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കണം പച്ചക്കറികളൊക്കെ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ബാക്കി പച്ചക്കറികൾ, മുരിങ്ങക്കായുണ്ട്, സവാള അരിഞ്ഞതുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയുള്ള സമയം കൊണ്ട് അതിന് കൃത്യമായി വെന്ത് കിട്ടും. മുരിങ്ങക്കായൊക്കെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റൊക്കെ പോകും. അതിൻ്റെ നാര് മാത്രമേ നമുക്ക് പിന്നെ കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ അടച്ചു വെച്ച് ബാക്കി ഭാഗം കൂടി വേകാൻ അനുവദിക്കുക. ഇത് വെന്തോന്നൊന്ന് നോക്കാം. ഇതിലെ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തോന്നൊന്ന് നോക്കണം നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ വെള്ളം കുറവുണ്ടോ, ആവശ്യത്തിനില്ലേ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പച്ചക്കറികളെല്ലാം നന്നായി ഇളക്കി കൊടുത്തു. വേവ് പൂർണ്ണമാകുന്നതിന് വേണ്ടി വീണ്ടും അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇനി ഇത് തുറന്നതിന് ശേഷം ഏതാണ്ട് നമുക്കിപ്പോൾ വേവായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിതിന് വേണ്ടി തേങ്ങയും ഉള്ളിയും മുളകും ജീരകവും എല്ലാം കൂടി ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ആവി കയറണം. അതായത് ഈ പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവ മാറി കിട്ടുന്നതിന് വേണ്ടി തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പനേരം കൂടി നമുക്ക് അടച്ചു വയ്ക്കാം. അതിൽ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. നമുക്ക് ആവി വരുന്നത് കാണാൻ പറ്റും. ഇനി നമുക്കൊന്ന് ശരിയായ രീതിയിൽ ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതിലെ ഈ അരച്ച ചേരുവകളൊക്കെ എല്ലായിടത്തും നന്നായി ആകുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ട തൈര് വേണം. അല്പം പുളിയുള്ളതാണെങ്കിൽ അത്രയും രുചിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 കപ്പോളം തൈര് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്രയും തൈര് ഞാൻ ഒഴിക്കുകയാണ്. തൈര് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി ചൂടാവണം. നല്ലപോലെ തിളയ്ക്കണമെന്നില്ല, എന്നാൽ അല്പം തിളച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് ഒന്നുകൂടി പരിശോധിച്ച് നോക്കണം. തൈരും കൂടി ഒഴിക്കുമ്പോൾ അതിന് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ തൈരും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ അല്പം അയവായി, അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തന്നെ അത് ഏതാണ്ടൊന്ന് നന്നായി ചൂടായി തിളച്ച് വരും. ഈ തൈരാണ് ഇതിൻ്റെ പ്രധാന രുചി നൽകുന്ന ഒരംശം. അതുകൊണ്ട് ഈ തൈരിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ആകരുത്. ഒരുവിധം പുളിയുള്ള തൈര് തന്നെയാണ് നല്ലത്. ഇപ്പോൾ നല്ല പാകമായി. ഇതിലേറ്റവും അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒന്നാണ് കറിവേപ്പില. വളരെ സമൃദ്ധമായ രീതിയിൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി നോക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഓഫായിട്ടുണ്ട്. കറിവേപ്പിലയാണ് മുകളിൽ കിടക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് അവിയലിൻ്റെ രുചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംശമാണ്.